ഫിലിം ഇൻഡസ്ട്രിയിൽ ചേച്ചി 27 ഇയേഴ്സായി മേക്കപ്പ് ആർട്ടിസ്റ്റായിട്ട് നിൽക്കുന്നത് അല്ലേ. അപ്പോൾ ചേച്ചി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് ടൈം ഈ ഫിലിം സൈറ്റിലൊക്കെ പോകുന്ന സമയത്ത് ചേച്ചീനെ മാറ്റി നിർത്തിയിട്ടുണ്ടായിരുന്നു, കരഞ്ഞുകൊണ്ട് ഇറങ്ങി വന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു പറഞ്ഞ്. അത് എന്തായിരുന്നു? അതെല്ലാം ഒരു സമയത്തെ ഒരു അവസ്ഥയായിട്ടാണ് ഞാൻ അതിനെ കാണുന്നത്. കാരണം അന്നത്തെ ജനങ്ങൾക്ക് അത്രയും അവയർനെസ് ഉണ്ടായിരുന്നുള്ളൂ. അവർക്ക് കളിയാക്കാനും പന്ത് തട്ടി കളിക്കാനും ഉള്ള ഒരു വസ്തുവായിട്ടാണ് അന്ന് ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റീസിനെ പലരും കണ്ടിരുന്നത്. പിന്നീട് ഇതിൻ്റെ ബോധം വന്ന് തുടങ്ങിയതിന് ശേഷമാണ് പുനർചിന്തിക്കാൻ തുടങ്ങിയത്. അതിപ്പോൾ എല്ലാവരിലും അങ്ങനെയാണല്ലോ. ആദ്യം തോന്നുന്ന ഒരു ക്യൂരിയോസിറ്റി ആയിരിക്കില്ല കുറച്ച് അങ്ങോട്ട് നീങ്ങിപ്പോകുമ്പോൾ. ഇതിനെ നമുക്ക് രണ്ടായിട്ട് കാറ്റഗറൈസ് ചെയ്യാൻ പറ്റും. ഒരു വിഭാഗം ആൾക്കാർക്ക് ഇതെന്താണെന്ന് അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി ഉണ്ട്. ഒരു വിഭാഗം ആൾക്കാർ അവരെങ്ങനെയെങ്കിലും ജീവിക്കട്ടെ എന്നുള്ള രീതിയിൽ പോകുന്നുണ്ട്. അറ്റ് ദ സെയിം ടൈമിൽ മറ്റൊരു വിഭാഗം ഇതൊന്നും പാടില്ല എന്ന് വാശി പിടിക്കുന്നൊരു വിഭാഗമുണ്ട്. ഇവരെ ആരെയും നമുക്ക് തടയിടാൻ പറ്റത്തില്ല. അതൊക്കെ ഒരു മനുഷ്യൻ്റെ ചിന്താഗതികളാണ്. അക്സെപ്റ്റ് ചെയ്യണോ ചെയ്യണ്ടയോ എന്നുള്ളത് നമ്മളാണ് തീരുമാനിക്കുന്നത്.